വെള്ള ബ്ലഡേഴ്സിന് തീർവാൻ അടിച്ചിട്ട് വല്ല കാര്യവും. ഞാൻ ബാങ്ക് തുടങ്ങും, ഞാൻ എഞ്ചിനീയറിംഗ് തുടങ്ങും, ഞാൻ മെഡിക്കൽ കോളേജ് തുടങ്ങും, ഞാൻ അത് തുടങ്ങും ഇത് തുടങ്ങും നോക്കി ഇദ്ദേഹം ജനങ്ങൾ പാവപ്പെട്ട ഈഴവരോട് പറഞ്ഞു വാഗ്ദാനം ചെയ്തു. ഇയാൾ എവിടെയുടെ മൈക്രോ ഫൈനാൻസ് മാറ്റി ഞാൻ മാക്രോ ഫൈനാൻസ് ആക്കുന്നു. വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കോളേജുകളുടെ വണ്ടികൾ ബോർഡുകളൊക്കെ ഈ കോളേജുകൾക്കൊക്കെ എന്താ സംഭവിച്ചത്? സാറേ, ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം പേര് കോളേജ് തുടങ്ങും. ചത്ത് കഴിയുമ്പോഴല്ലേ അതിനൊരു പ്രസക്തിയുള്ളൂ. കാരണഭൂതന്റെ കറുത്ത കാറിൽ യാത്ര ചെയ്യുന്ന വെള്ളാപ്പള്ളിയുടെയും കട്ടെടുത്ത രഥം അതിന് മോഷണ കേസ് എടുക്കുവോ? ഒരു ഈഴവർ ഒരു നായരും ഉമ്മാര് പറഞ്ഞു അതല്ലേ ഉത്തരം. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഒരു സമയത്ത് ഒരുപാട് കോളേജുകൾ, വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കോളേജുകളുടെ വണ്ടികൾ ബോർഡുകളൊക്കെ കണ്ട് ഈ കോളേജുകൾക്കൊക്കെ എന്താ സംഭവിച്ചത്? സാറേ, ആരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം പേര് കോളേജ് തുടങ്ങും. ചത്ത് കഴിയുമ്പോഴല്ലേ അതിനൊരു പ്രസക്തിയുള്ളൂ. ഇയാൾ ഇപ്പോൾ ചേർത്തല പോയ വെള്ളാപ്പള്ളിയുടെ ഷഷ്ടിപൂർത്തി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളോ കാണാം. അങ്ങനെ വെള്ളാപ്പള്ളി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാവേലിക്കര തുടങ്ങും. 2 എഞ്ചിനീയറിംഗ് കോളേജാണ്. അതെനിക്ക് തോന്നുന്നു 2010 എൻ്റെ ഓർക്കുന്നില്ല. അപ്പൊ കോട്ടയത്തും മാവേലിക്കര 2 എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി. ഞാൻ ബാങ്ക് തുടങ്ങും, ഞാൻ എഞ്ചിനീയറിംഗ് തുടങ്ങും, ഞാൻ മെഡിക്കൽ കോളേജ് തുടങ്ങും, ഞാൻ അത് തുടങ്ങും ഇത് തുടങ്ങും നോക്കി ഇദ്ദേഹം ജനങ്ങൾ പാവപ്പെട്ട ഈഴവരോട് പറഞ്ഞു വാഗ്ദാനം ചെയ്തു. ഇയാൾ എവിടെയുടെ മൈക്രോ ഫൈനാൻസ് മാറ്റി ഞാൻ മാക്രോ ഫൈനാൻസ് ആക്കുന്നു. എന്തി എവിടെ ഉണ്ടാക്കി? മൈക്രോ ഫൈനാൻസ് ഉണ്ടാക്കിയല്ലോ. മൈക്രോ ഫൈനാൻസ് ഉണ്ടാക്കി. മൈക്രോ എന്ന് ചെറുത്, മാക്രോ വലുത്. വ്യവസായ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ടാക്കുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ കേരളത്തിലെ ഈഴവരോട് പറഞ്ഞത്. ഒരെണ്ണം പറയാമോ? ഒരെണ്ണം ഉണ്ടാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇപ്പം മാവേലിക്കരക്കാരൊക്കെ ഉണ്ട്, അവിടുത്തെ യൂണിയൻകാർ ട്രസ്റ്റ് ഉണ്ടാക്കി വെള്ളാപ്പള്ളിയുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തുടങ്ങി. വെള്ളാപ്പള്ളിയുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇന്ന് മാറി, ഇന്ന് മഹാഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആയി. എന്താ കാരണം? പണം മുടക്കത്തില്ല, പണമില്ല. അവസാനം ബഹുമാനപ്പെട്ട ഗോകുലം വന്നത് ഏറ്റെടുത്ത് അദ്ദേഹം 10, 15, 25 കോടി രൂപ മുടക്കി കഴിയുമ്പോൾ കോളേജ് ഇപ്പം മഹാഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആയി. കോട്ടയത്ത് ജിസാറ്റ് ഗുരുദേവ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു, പയ്യപ്പാടി. ബാങ്ക് കൊണ്ടുപോയി. അങ്ങനെ കോളേജ് ഇല്ലത് ബാങ്ക് കൊണ്ടുപോയി. അതിൻ്റെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന മധുവണ്ണൻ്റെയും രാജീവ് ചേട്ടൻ്റെയും വൈസ് പ്രസിഡന്റ് ആയിരുന്ന VM ശശിയുടെ ഒക്കെ കിടപ്പാടം കൂടെ ബാങ്ക് കൊണ്ടുപോയെന്നാണ് കേട്ടത്. കൊളാട്രൽ സെക്യൂരിറ്റി കൊടുത്തത്. അവരെ ഒന്നും സംരക്ഷിക്കാൻ കഴിയാത്തവനാണ് വെള്ളാപ്പള്ളിയുടെ. പഠിക്കേണ്ട വിഷയമല്ലേ ഇത്? ഗൗരവമുള്ള വിഷയമാണ്. ഇതിലെന്ത് ചെയ്തു? യൂണിയൻ പിരിച്ചുവിട്ടു. കേരളത്തിലെ ഏറ്റവും വലിയ യൂണിയനാണ് കോട്ടയം SNDP യൂണിയൻ. കോട്ടയം SNDP യൂണിയൻ കഴിഞ്ഞിട്ട് ഒരു യൂണിയൻ കേരളത്തിലുള്ളൂ ഈഴവർക്കിടയിൽ. ആ ഗുരുവിൻ്റെ മഹത്തായ പല കാര്യങ്ങളും നടന്നത് കോട്ടയത്ത് വെച്ചാണ്. ശിവഗിരി തീർത്ഥാടന പദയാത്ര അനുമതി നൽകുന്നത് കോട്ടയം നാഗമ്പടത്തെ മാവിൻ ചുവട്ടിലിരുന്നു കൊണ്ടാണ് ഗുരു. SNDP യോഗം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ 108 ശാഖകൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് കോട്ടയത്ത് വെച്ചാണ്. TK മാധവൻ സംഘടനാ സെക്രട്ടറി ആയിരുന്നു. ആ TK മാധവൻ 300 ശാഖകൾ സ്ഥാപിച്ചു കേരളത്തിൽ. അതൊക്കെ ഒത്തിരി ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ 300 ശാഖകളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി ഗുരുദേവൻ്റെ അവസാനത്തെ പൊതുപരിപാടിയാണ്. 1928 ഗുരു നാഗമ്പടത്ത് വന്ന് ഇരിക്കുകയാണ്. ഈ 300 ബ്രാഞ്ചുകൾ എടുത്ത് മുമ്പോട്ട് വെച്ചപ്പോൾ ഗുരു അതിൽ നിന്നെല്ലാം മാറ്റി 108 എണ്ണം എടുത്തു. 108 എണ്ണം. 108 ക്ഷേത്രം, 108 ജപം, 108 മന്ത്രം, 108 പ്രസക്തിയുണ്ട്. ആ 108 ശാഖകൾ എടുത്തിട്ട് ഗുരു ആ കൈകൊണ്ടെടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കുക. അത് തീർന്നത് 108ാമത്തെ ശാഖ പൂഞ്ഞാറിലാണ്. ഞാൻ ഭരിച്ചിരുന്ന യൂണിയനാണ് 108ാമത് പൂഞ്ഞാറ്. ഈ മഹത്തായ ആ കോട്ടയത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിച്ചിട്ട് അത് തകർത്ത് കളഞ്ഞിട്ട് ഇന്ന് വെള്ളാപ്പള്ളിയുടെ കോട്ടയം SNDP യൂണിയൻ്റെ കമ്മിറ്റിക്കാരനാണ്. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? വെള്ളാപ്പള്ളിയുടെ മകൻ ചെയർമാൻ, പുള്ളിയുടെ വാണങ്ങൾ ഒരുത്തൻ കൺവീനർ, പുള്ളിയുടെ അയൽക്കാരൻ ഒരുത്തൻ ശശി എന്ന് പറഞ്ഞ ഒരുത്തൻ ജോയിന്റ് കൺവീനർ, പന്തളത്ത് കിടക്കുന്ന ഒരാൾ വൈസ് ചെയർമാൻ, മകൻ ചെയർമാൻ, അപ്പൻ കമ്മിറ്റിക്കാരൻ. ഇന്ന് കോട്ടയം യൂണിയൻ ഭരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയം കോടതിയിൽ അപ്പീൽ ചെയ്തൊരു കേസുണ്ട്, സാർ കേൾക്കണം, വളരെ ഗൗരവമുള്ള കാര്യമാണ്. 1982 പള്ളത്ത് നിന്ന് ആരംഭിച്ച ഒരു പദയാത്രയാണ് പള്ളം പദയാത്രാ സമിതി. ആ പദയാത്ര 5 പേരിൽ തുടങ്ങി, അത് 7 ആയി, 8 ആയി, 25 ആയി, 30, അവസാനം 13,000 പേരായി വലിയ പദയാത്രയായി മാറി.
ഈ പദയാത്ര ഇങ്ങനെ എത്രയും വർഷങ്ങളായി 82 മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പദയാത്രാ സമിതിക്ക് സ്വന്തമായിട്ട് ഗുരുവിൻ്റെ പഞ്ചലോഹ വിഗ്രഹമുണ്ട്, രഥമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഇതിൻ്റെ കോട്ടയം യൂണിയൻ്റെ ഭരണം പിടിച്ചപ്പം ഇത് അടിച്ചു മാറണം. സത്യം. കോട്ടയം മുനിസിപ്പൽ കോടതി, അഡീഷണൽ മുനിസിപ്പൽ കോടതി 2 OS 439/25, ഞാൻ നമ്പറാണ് പറയുന്നത്, കള്ളത്തരാലി പറഞ്ഞത്. ഇവിടെ എപ്പോൾ ഞാൻ ഫയൽ എടുത്ത് കാണിക്കാം. എന്ത് ചെയ്യുമെന്നറിയോ? ആദ്യം ഈ കൺവീനറായിട്ട് വന്ന ഒരുത്തനുണ്ട്, ചങ്ങനാശ്ശേരിക്കാരനൊരു പരമേശ്വരൻ എന്ന് ഒരുത്തൻ, സുരേഷ് പരമേശ്വരൻ. അയാളെ കൊണ്ട് ലെറ്റർ കൊടുപ്പിച്ച് പദയാത്രാ സമിതിക്ക്, നിങ്ങളുടെ ഉടമസ്ഥയിലുള്ള ഗുരുവിൻ്റെ പഞ്ചലോഹ വിഗ്രഹം ഞങ്ങൾക്ക് 25-ാം തീയതി നടക്കുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒന്ന് തന്ന് സഹായിക്കണം, അഭ്യർത്ഥിക്കും. ഗുരുദേവ നാമത്തിൽ അഭ്യർത്ഥിച്ചു. ഇതിങ്ങൾ ഭാഗങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ വിഗ്രഹം കൊണ്ട് കൊടുത്തു. വിഗ്രഹം കൈക്കലാക്കി, ഇഷ്യൂസാക്കി. ഇതിൻ്റെ രഥം 10-12 ലക്ഷം രൂപ വരെയുള്ള രഥം ഇരുന്നത് ആർപ്പൂക്കര വില്ലൂന്നിയിൽ ഒരു കടക്കയുടെ ഷട്ടറിനകത്താണ് വെച്ചിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ 21/11/2022-25 അങ്ങോട്ട് ചെന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഈ രഥം കട്ടോണ്ട് പോയി. വെള്ളാപ്പള്ളി നടേശൻ ജയിച്ചതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ ഈഴവരോട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു ജനറൽ സെക്രട്ടറി ഇത് ചെയ്യാവോ? ഒരു SNDP യോഗത്തിൻ്റെ നേതാവ് അങ്ങനെ ചെയ്യാവോ? ഒരു പദയാത്ര എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലാഭം കിട്ടുന്നതാണോ? 5-8 ദിവസം കാലും പൊട്ടി നടന്ന് ശിവഗിരിക്ക് പോകുന്ന പരിപാടിയാ. നാരായണ ചൊല്ലിക്കൊണ്ട് പോകുന്ന ഏർപ്പാടാണ്. അവിടെ പോലും ഇയാളുടെ ആ ഗുണ്ടായിസ ഞാൻ പറഞ്ഞത്. ഈ രഥം കൊണ്ട് എന്ത് ചെയ്ത് അവിടെ വെച്ചു. അപ്പം അതിനു മുമ്പ് തന്നെ തലേദിവസം തന്നെ അന്യായം എഴുതി വെച്ചു. സൂട്ട് അനിൽ ഡി കർത്താവ് എന്നൊരു വക്കീലായിരുന്നു, അവർക്ക് വേണ്ടി വെള്ളാപ്പള്ളിയുടെ ഭാഗം എഴുതി വെച്ചിട്ട് ഇഞ്ചക്ഷൻ, പദയാത്ര നടത്താൻ പാടില്ല, പദയാത്ര സമയത്ത് പേര് ഉപയോഗിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇതാണ് ഇഞ്ചക്ഷൻ. ഈ പാവം പദയാത്രക്കാരെ എന്നെ തേടി ഇവിടെ വന്നു. ഞാനാണ് അപ്പീൽ ചെയ്തത്. നല്ല സ്റ്റഫായിട്ടുള്ളൊരു മുൻസിഫ്, വിവരമുള്ള അന്തസ്സുള്ളൊരു മുൻസിഫ്. അതാണ് ജുഡീഷ്യറി ഈസ് ദ ഓൺലി റെമഡി ഓഫ് ദിസ്. ഒറ്റ ലക്ഷ്യം, ദൈവത്തിന് തുല്യമാണ് കോടതികൾ, വേറെ ആരുമില്ല. പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ കോടതിയല്ലാതെ ഇപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കോടതി ഇടപെട്ടില്ല, വല്ലതും നടക്കില്ല, ഒന്നും നടക്കിയല്ല. ശൈലജ ടീച്ചറിന്റെ ഒരു പരാമർശമുണ്ട്, ഞങ്ങൾ ഭരിച്ചത് കൊണ്ടാണ് പോറ്റിയകത്ത് കിടക്കുന്നത്. ഞങ്ങൾ ഭരിച്ചുകൊണ്ടാണ്. മിണ്ടാ എന്റെ പൊന്നുതാരം. ഈ കേരളത്തിൽ 2016 മുതലുള്ള കേസുകൾ എടുത്ത് പഠിച്ചു. ഏറ്റവും കൂടുതൽ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പിണറായി കാലഘട്ടത്തിലാണ്. നിങ്ങൾക്കറിയോ? എന്നിട്ട് ഈ രഥം തട്ടിക്കൊണ്ട് പോയി കട്ടോണ്ട് പോയതിന് പേരിൽ അപ്പം തന്നെ നമ്മൾ പരാതി 11 മണിക്ക് തന്നെ ഈ പദയാത്രക്കാർ കൊണ്ട് കൊടുത്തു. ഗാന്ധിനഗർ പോലീസ് കേസെടുത്തില്ല. അതിന് SP-ക്ക് പരാതി കൊടുത്തു, എടുത്തില്ല. ഞാൻ CI വിളിച്ചു ചോദിച്ചു. ശ്രീജിത്ത് മണ്ടൊരു CI ആണ്, നമ്മുടെ ഫ്രണ്ടാണ്, വക്കീലിന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞു. അത് കാരണഭൂതന്റെ കറുത്ത കാറിൽ കയറുന്ന വെള്ളാപ്പള്ളിയാണല്ലോ ഇത് കട്ടെടുത്തിരിക്കുന്നത്. കാരണഭൂതന്റെ കറുത്ത കാറിൽ യാത്ര ചെയ്യുന്ന വെള്ളാപ്പള്ളിയുടെ കട്ടെടുത്ത രഥം അതിന് മോഷണ കേസ് എടുക്കുവോ? പക്ഷെ ബഹുമാനപ്പെട്ട കോടതി 20/12/2025 ഇഞ്ചക്ഷൻ തള്ളി വിധിച്ചു. ഞാൻ ജഡ്ജ്മെന്റ് വേണം സാറിന് തരാം, സാർ എടുത്ത് വായിക്കും. 4 സ്ഥലത്താണ് വെള്ളാപ്പള്ളിയെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് കോടതി. അത്രയും അന്തസ്സില്ലാതെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വെറും കവലച്ചട്ടമ്പിയാണ് വെള്ളാപ്പള്ളിയുടെ സെനറ്റ്. കവലച്ചട്ടമ്പി. അയാളുടെ നാക്കുകടി കണ്ടായിരുന്നു ഒരു പത്രപ്രവർത്തകനോട്. ഉണ്ടായസം കാണിച്ചു കണ്ടോ? വേറെ ആരെങ്കിലോ കാണിച്ചെങ്കിലോ? ഇവിടെ നിങ്ങൾ പത്രക്കാരിരിക്കൂ. ആ ചാനലിൽ അതിനകത്ത് പ്രശ്നമില്ല, അന്നൊരു വിമർശനം, പിന്നെ പ്രശ്നമില്ല. റിപ്പോർട്ടറല്ലേ, അത് കച്ചവടക്കാരല്ലേ സാർ. സാർ ഇവിടെ ഇന്ത്യയിൽ എത്തിക്സ് പോയില്ലേ സാർ? ഇവിടെ ആർക്കാ സാർ? ഇവിടെ ആരോടാ സാർ കമ്മിറ്റ്മെന്റ്? സത്യം, ധർമ്മം, നീതി, ഇതൊന്നും ഒരു പ്രസക്തിയില്ല സാർ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ SNDP-യുമായി ബന്ധപ്പെട്ട മൈക്രോ ഫിനാൻസ് കേസ് നടക്കുമ്പോൾ അങ്ങ് സജീവമായി SNDP-യോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്, അന്ന് ഒഫീഷ്യൽ വക്താവ് തന്നെയാണ്. എന്താണ് ഈ മൈക്രോ ഫിനാൻസിൽ SNDP-ക്ക് ഉണ്ടായ പാളിച്ച? അതിപ്പം കേരള സർക്കാർ പിന്നോക്ക വികസന കോർപ്പറേഷൻ കുറഞ്ഞ പലിശയ്ക്ക് ആളുകളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കും. അതിനകത്ത് 2% ഒരു ഇതിന് ഇടയ്ക്ക് നിൽക്കുന്ന ആളെന്നുള്ളത് 2% നമുക്ക് എടുക്കാം, SNDP-ക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ SNDP അല്ല, അതിൻ്റെ സ്റ്റാഫിനും ശമ്പളം കൊടുക്കാനും ഒക്കെ എടുക്കാം. ഈ 2% അപ്പുറത്ത് എടുക്കാൻ റൈറ്റ് ഇല്ല. പക്ഷേ ഇത് മുഴുവൻ മറിച്ചു കൊടുത്തിട്ട് കള്ള സംഘങ്ങൾ ഉണ്ടാക്കും. ഇല്ലാത്ത സംഘങ്ങൾ പേര് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് അത് 10-12% ഈ പെണ്ണുങ്ങൾക്കെല്ലാം കൊടുക്കും. ഇതാ കേസ്. ഇത്രയേ ഉള്ളൂ, ഇത്രേ കാര്യമുള്ളൂ. വളരെ സിമ്പിൾ കാര്യം. അതിൻ്റെ പേരിൽ ഇന്ന് ഈ 2015 ശേഷം ഇന്ന് വരെ SNDP യോഗത്തിനും പിന്നോക്ക വികസന കോർപ്പറേഷൻ പൈസ കിട്ടത്തില്ല.
അതിന്റെ പേരിൽ SNDP യോഗത്തിന്റെ ആസ്ഥാന മന്ത്രി ഇപ്പോഴത്തെ ആസ്ഥാന മന്ത്രി ജപ്തി ചെയ്തിരിക്കുകയാണ്. വെള്ളാപ്പള്ളി കീറുവാൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അദ്ദേഹം ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു സത്യസന്ധത വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് രാഷ്ട്രീയ അധികാരമില്ല. ഇയാൾ എന്ത് 30 വർഷം കൊണ്ട് രാഷ്ട്രീയ അധികാരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാഞ്ഞത്? ഇയാൾ ഞങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം ഉണ്ടാക്കുമെന്ന്, ഞങ്ങളെ കൊണ്ട് കേരളം ഭരിപ്പിക്കുമെന്ന് പറഞ്ഞാണല്ലോ ഭാരത് ധർമ്മജനസേന ഇയാൾ അലറിയത് 2015 ഡിസംബറിൽ. ഇതിന് എവിടെ പോയി? ഇപ്പൊ ആരോട് ചോദിച്ചോ ഭാരത് ധർമ്മജനസേന? എനിക്കറിയത്തില്ല അയാൾ പറയും. എന്നിട്ട് അയാൾ ഇപ്പുറത്തോടെ പറയും BJP BDS-നൊന്നും കൊടുത്തിട്ടില്ല. സിമ്പിളായി നമുക്ക് മനസ്സിലാകത്തില്ലേ തട്ടിപ്പാണെന്ന്? ഇത് തിരിച്ചറിയാൻ ഇന്നും ഈഴവർക്ക് പറ്റുന്നില്ല. അത് തന്നെയാണ് നായന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത്. ഈ രണ്ട് അനിയൻ ബാവായും ചേട്ടാൻ ബാവായും കൂടെ കൈ കൊടുത്തു. അനിയൻ ബാവായും ചേട്ടൻ ബാവായും കൂടി ഇനി എന്താണ് ഇത് കേരളത്തിൽ? ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഒരു ഈഴവർ ഒരു നായരും ഇവന്മാര് പറഞ്ഞു. അതല്ലേ ഉത്തരം, അതാണ് ഉത്തരം.